ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫിദൂസ് ഇൻ വണ്ടർലാൻഡ്. നമ്മൾ ദിനം കാണുന്ന മൃഗങ്ങൾ ഡ്രസ് ഇട്ട് ഫോൺ പിടിച്ച് ജോലിക്ക് പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എങ്ങനെയുണ്ടാകും? ഈ ഒരു ടോപ്പിക്കിൽ 2016 ഡിസ്നി റിലീസ് ചെയ്ത മൂവിയാണ് സൂട്ടോപ്പിയ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്കൂൾ ഡ്രാമ കാണിച്ചുകൊണ്ടാണ്. 1000 വർഷങ്ങൾക്ക് മുൻപ് പേടി, ചതി, ചോര ഇതെല്ലാമായിരുന്നു ഭൂമി ഭരിച്ചിരുന്നത്. വേട്ടയാടുന്ന മൃഗങ്ങളെ കണ്ട് അതിന്റെ ഇരകൾ ഒരുപാട് ഭയപ്പെട്ടിരുന്നു. വേട്ടയാടുന്ന മൃഗങ്ങൾ നമ്മൾ കരുതിയതിനേക്കാളും വലിയ ബലശാലികളായിരുന്നു. അതിന്റെ ഇരകളെ അത് കൊല്ലുമായിരുന്നു. ചോര ചോര, അവസാനം മരണം. ഇതെല്ലാം നടന്നതിനു ശേഷം ലോകം രണ്ടായി തിരിച്ചു. വേട്ടയാടുന്ന മൃഗങ്ങളും വേട്ടയാടപ്പെടേണ്ട മൃഗങ്ങളും. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ലോകം മാറാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങളും മാറി. ഇപ്പോൾ എല്ലാ മൃഗങ്ങളും ഒത്തൊരുമയോട് കൂടിയാണ് ജീവിക്കുന്നത്. അതിനുശേഷം അവർ ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങൾ പറയാൻ തുടങ്ങി. അതിലെ ചെമ്മരിയാട് തനിക്ക് ആസ്ട്രോണറ്റും, കടുവ തനിക്ക് അക്കൗണ്ടന്റും ആകണം എന്ന് പറയുമ്പോൾ ഈ മൂവിയിലെ ഹീറോയിൻ ജൂഡി ഹോപ്പ് തനിക്ക് ഒരു പോലീസ് ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെന്നായ അതൊന്നും നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് കളിയാക്കി പറഞ്ഞപ്പോൾ ജൂഡി അവനെ തിരിച്ചു കളിയാക്കിയിട്ട് ഇവിടെ നിന്നും 314 മൈൽ ദൂരത്ത് സൂട്ടോപ്പിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ആർക്ക് എന്ത് വേണമെങ്കിലും ആകാം എന്ന പുതിയൊരു റൂൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വളരെ സന്തോഷത്തിൽ പറഞ്ഞിട്ട് ആ സ്കൂൾ ഡ്രാമ അവസാനിക്കുന്നു. അവളും അവളുടെ പേരൻസിന്റെ ഒപ്പം പുറത്തേക്ക് വന്നപ്പോൾ അവൾക്കൊന്നും പറ്റരുത് എന്ന് കരുതി. പോലീസ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുള്ള ജോലിയാണ്. അതൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് നമ്മുടെ ഫാമിലി ബിസിനസ്സായ ക്യാരറ്റ് ബിസിനസ് നോക്കി നടത്തിയാൽ പോരെ എന്ന് ഒരുപാട് ചോദിക്കുന്നു. ഞാനായിരിക്കും നമ്മുടെ കൂട്ടത്തിലെ ആദ്യത്തെ പോലീസ്. എല്ലാം മോളെ, ക്യാരറ്റ് ബിസിനസ്സാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ ജൂഡി അവര് പറയുന്നത് മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ അവിടെ അവളെ കളിയാക്കിയ ചെന്നായ അവളുടെ ഫ്രണ്ട്സിന്റെ പിന്നാലെ ഒളിച്ചു പോകുന്നത് കണ്ട് ഒരു സംശയം തോന്നി. ആ ചെന്നായയുടെ പിന്നാലെ പോയപ്പോൾ അത് അവളുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് തട്ടിപ്പറിക്കുന്നത് കണ്ട് ജൂഡി അവിടേക്ക് ചെന്ന് അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞപ്പോൾ, ഓ നീ വന്നോ ഇവരെ രക്ഷിക്കാനായി? പക്ഷേ പുറത്തു പോവുക എന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം, കാരണം ഞാനൊരു കുറുക്കനാണ്. നീ പറഞ്ഞ കഥയിലെ തന്റെ ഇരയെ തേടിക്കൊല്ലുന്ന വേട്ടക്കാരനായ കുറുക്കൻ എന്നും പറഞ്ഞ് ജൂഡിയുടെ മുഖത്തേക്ക് മാന്തിയിട്ട് അവിടെ നിന്നും പോകുന്നു. ജൂഡിയുടെ ഫ്രണ്ട്സ് അവളുടെ അടുത്ത് ചെന്ന് നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജൂഡി അവരുടെ ടിക്കറ്റ് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തപ്പോൾ അവരും വളരെയധികം സന്തോഷിച്ച് ജൂഡി നീ ഒരു സംഭവം തന്നെയാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ജൂഡി ഞാൻ ഇനി വീക്കാവാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേരും. ഞാൻ ആരാണെന്നും എന്താണെന്നും മറ്റുള്ളവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും എന്ന തീരുമാനം എടുക്കുന്നു. പിന്നെ 15 വർഷത്തിനു ശേഷമാണ് കാണിക്കുന്നത്. ജൂഡി ഇപ്പോൾ സൂട്ടോപ്പിയ പോലീസ് അക്കാദമിയിൽ ട്രെയിനിങ്ങിലാണ്. അവിടുത്തെ ട്രെയിനർ ഇവിടെ 3 വ്യത്യസ്ത തരത്തിലുള്ള ടാസ്കുകളുണ്ട്. മഞ്ഞുമല, ഡെസേർട്ട്, പിന്നെ റെയിൻ ഫോറസ്റ്റ്. ഇതിൽ 3ലും പാസ്സായെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യുകയുള്ളൂ. അല്ലാത്തവർക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ ജോലി ഫസ്റ്റ് ടെസ്റ്റിൽ ഡെസേർട്ടിൽ മണ്ണിനടിയിലും, റെയിൻ ഫോറസ്റ്റിൽ ചളിയിലും, മഞ്ഞുമലയിൽ വെള്ളത്തിലും വീഴുന്നു, ബോക്സിങ്ങിൽ അടിയും കൊള്ളുന്നു. ഇതൊക്കെ കണ്ട ട്രെയിനർ നിന്നെ കൊണ്ട് ക്യാരറ്റ് കൃഷി ചെയ്യാനേ കൊള്ളൂ, വേറൊരു പ്രയോജനമില്ല എന്ന് പറഞ്ഞ് കളിയാക്കി. എന്നാൽ നമ്മുടെ ജൂഡി വിട്ടുകൊടുത്തില്ല. രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവിടെയുള്ളവരെക്കാളും മുന്നിലെത്തി. അതുകൊണ്ട് തന്നെ ആ പോലീസ് അക്കാദമിയിൽ എല്ലാ ടാസ്കിലും ജൂലി തന്നെയായിരുന്നു ഫസ്റ്റ്. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് അക്കാദമി ഫംഗ്ഷനിൽ മേയർ ജൂഡിയെ പ്രശംസിച്ച് അവൾക്ക് പോലീസ് ബാഡ്ജ് കുത്തിക്കൊടുത്തു. എന്നിട്ട് അവളുടെ ആഗ്രഹം പോലെ തന്നെ സൂട്ടോപ്പിയയിൽ അപ്പോയിന്റും ചെയ്തു. പിറ്റേന്ന് സൂട്ടോപ്പിയയിലേക്ക് പോകാൻ വേണ്ടി അവളും അവളുടെ പേരൻസും പിന്നെ അവളുടെ 300-ലേറെ സഹോദരന്മാരുടെ കൂടെ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ അവളുടെ അച്ഛൻ സൂട്ടോപ്പിയയിൽ ഒരുപാട് വേട്ടമൃഗങ്ങളുണ്ട്. കരടി, സിംഹം, ചെന്നായകളെ കുറിച്ച് പറയേ വേണ്ട. അവർ എപ്പോൾ വേണമെങ്കിലും ചതിക്കും. അതുകൊണ്ട് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു ബാഗ് കൊടുത്തിട്ടുണ്ട്. അതിലെ ഫോക്സിനെ എതിർക്കാനുള്ള വെപ്പൺസ് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അതൊന്നും ജൂഡിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും അവർ വിഷമിക്കരുത് എന്ന് കരുതി അതിൽ നിന്ന് ഒരു സ്പ്രേ എടുത്തിട്ട് എനിക്കിത് മാത്രം മതി എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അവിടേക്ക് ട്രെയിനും വരുന്നു. തന്റെ പേരൻസിനോടും സഹോദരങ്ങളോടും യാത്ര പറഞ്ഞ് ജൂഡി സൂട്ടോപ്പിയയിലേക്ക് യാത്ര. സൂട്ടോപ്പിയയിലെത്തി. അവിടെ ഹിപ്പോപ്പൊട്ടാമസിന് ഒരു വഴി, എലി ഓഫീസർക്ക് ഒരു വഴി. അവിടെ വരുന്നവരെല്ലാം ഒരു ഫേമസ് സിംഗർ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ ജൂഡി അവളുടെ റൂമിലെത്തി. ആദ്യം അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൂടി അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപാട് സന്തോഷിക്കുന്നു. പിറ്റേ ദിവസം 5:30 തന്നെ ഉണർന്ന് പോലീസ് ഡ്രസ്സെല്ലാം ഇട്ട് വളരെ സന്തോഷത്തിൽ
പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവളുടെ ടേബിളിൽ അവളുടെ അച്ഛൻ നൽകിയ ഫോക്സ് സ്പ്രേ എടുക്കാതെ പോകുന്നു. പിന്നെ വീണ്ടും വന്ന് അത് എടുത്തിട്ട് പോകുന്നു. അങ്ങനെ ജൂഡി പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ ഫുഡ് കഴിച്ചു കൊഴുത്ത ഒരു ഫണ്ണി കടുവ അവൾക്ക് പോകേണ്ട വഴി കാണിച്ചു കൊടുത്തു. ആ റൂമിലെത്തിയപ്പോൾ അവിടെയുള്ള എല്ലാവരും അവളെക്കാളും വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുമായി ഫ്രണ്ടാകാൻ വേണ്ടി അവളുടെ അടുത്തിരുന്ന കാണ്ടാമൃഗമായി ഹൈഫൈ ചെയ്തപ്പോൾ അവളുടെ കസാര തന്നെ നീങ്ങിപ്പോയി. അപ്പോൾ അവിടേക്ക് അവരുടെ ചീഫ് ബോഗോ വന്നു. ഉള്ളിൽ ക്യൂട്ടും പുറത്ത് ഗൗരവം കാണിക്കുന്ന ബോഗോ ആദ്യം ഗൗരവത്തിൽ അവിടെയുള്ള ആനയെ വിളിച്ച് പെട്ടെന്ന് ക്യൂട്ടായി അതിനോട് ബർത്ത്ഡേ വിഷസ് പറഞ്ഞ് ഉടനെ ഗൗരവത്തിൽ വന്ന് നമ്മുടെ നാട്ടിൽ 14 എനിമൽസിനെ കാണാനില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ളവർക്ക് ആ കേസ് പിടിച്ചു കൊടുത്തു. ജൂഡി തനിക്കും ആ കേസ് കിട്ടും എന്ന് കരുതി വളരെയധികം സന്തോഷിച്ചു നിൽക്കുമ്പോൾ ചീഫ് ബോങ്കോ ജൂഡിക്ക് പാർക്കിംഗ് ഡ്യൂട്ടി കൊടുത്തു. അവൾ അവരിൽ നിന്ന് ചെറുതായത് കൊണ്ടാവാം അവൾക്ക് ഈ ജോലി കൊടുത്തത്. ജൂഡി ബോഗോയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ഇവിടേക്ക് വന്നത് ടോക്കൺ കൊടുക്കാനല്ല, എനിക്ക് അവരെ പോലെയുള്ള ജോലി തരൂ, ഇങ്ങനെ സിമ്പിളായ ജോലിയൊന്നും തരരുത് എന്ന് പറയുമ്പോൾ ബോഗോ ഒരു ദിവസം 100 ടോക്കൺ കൊടുക്കുന്നത് അത്ര സിമ്പിളായ ജോലിയല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ജൂഡി അപ്പോൾ ഒരു ദിവസം 100 ടോക്കൺ എന്ത്, അരനായിക കൊണ്ട് 200 ടോക്കൺ വരെ ഞാൻ കൊടുക്കും. അവൾ പറഞ്ഞതുപോലെ തന്നെ അരനായിക കൊണ്ട് 200 ടോക്കൺ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു കുറുക്കൻ കള്ളലക്ഷണത്തോടെ ഒരു കടയിലേക്ക് പോകുന്നത് കണ്ട ജൂഡി ഒരു സംശയം തോന്നി. അവന്റെ പിന്നാലെ പോയി നോക്കുമ്പോൾ ഒരു ആനയുടെ കടയിൽ അത് തന്റെ മകനു വേണ്ടി ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ നോക്കുന്നു. എന്ന ആന ഞങ്ങളെ പോലെയുള്ള മൃഗങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ, അല്ലാതെ നിനക്കൊന്നും തരില്ല എന്ന് പറഞ്ഞപ്പോൾ ജൂഡി അതിൽ ഇടപെട്ട് ആ ആനയോട് നിങ്ങൾ ഇവിടത്തെ കസ്റ്റമേഴ്സിന് തീരെ വൃത്തിയില്ലാതെയാണ് സർവേ ചെയ്യുന്നത്, എനിക്ക് വേണമെങ്കിൽ ഇതിനെതിരെ കേസ് എടുക്കാം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കൺവിൻസ് ചെയ്യുന്നു. എന്ന ആ കുറുക്കൻ ഞാൻ പൈസ എടുക്കാൻ മറന്നുപോയി, ഇന്ന് എന്നെ കൊണ്ട് വാങ്ങാൻ പറ്റില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അതിന്റെ മോനോട് സങ്കടത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ നേരത്ത് ജൂഡി തന്റെ കയ്യിലെ പൈസ കൊടുത്ത് ഒരു വലിയ ഐസ്ക്രീം ആ കുറുക്കന്റെ മോന് വാങ്ങിക്കൊടുത്തു. അതിനെ ആ കുറുക്കൻ ജൂഡിയോട് നന്ദി പറഞ്ഞ് തന്റെ പേര് നിക്ക് എന്നാണെന്നും പറഞ്ഞ് പരിചയപ്പെടുന്നു. ആ കുറുക്കന്റെ കുട്ടിയും ജൂഡിയോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോയി. താൻ അങ്ങനെ ചെയ്തതിൽ ജൂഡി ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ ടോക്കൺ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിക്കുറുക്കനെ കണ്ട് ഹായ് എന്ന് പറയാൻ പോയപ്പോൾ ജൂഡി കണ്ടത് അവർ രണ്ടുപേരും അവൾ കൊടുത്ത ഐസ്ക്രീം ഉരുക്കി ഒരു ബോട്ടിലാക്കി മഞ്ഞുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കൊച്ചു ഐസ്ക്രീമുകൾ ഉണ്ടാക്കി അതെല്ലാം എലികൾക്ക് $2 വെച്ച് വിറ്റ് അവർ കഴിച്ച് വലിച്ചെറിയുന്ന ഐസ്ക്രീം സ്റ്റിക്ക് എല്ലാം വെസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി വേറെ എലികൾക്ക് റെഡ് ഔട്ട് ആണെന്ന് പറഞ്ഞ് വീടുണ്ടാക്കാൻ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ആ കുട്ടി കുറുക്കനും പൈസ കൊടുത്ത് അത് പോകാൻ നേരത്ത് അച്ഛനും ബൈ കിസ്സും ഹക്കൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോകും എന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് അവിടെ നിന്നും പോയതും അവിടേക്ക് ജൂഡി വന്നു. നിനക്കെന്നെ പറ്റിക്കാമെന്ന് കരുതിയോ, നീ ചെയ്തതെല്ലാം ഞാൻ കണ്ടു, ഇതിന്റെ പേരിൽ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും എന്ന് വളരെ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ അയ്യോ ഇതൊന്നും ഞാനല്ല, അതാ അവനാണ് എന്ന് പറഞ്ഞ് കൈ ചൂണ്ടിയ സ്ഥലത്തേക്ക് ജൂഡി നോക്കിയ തക്കത്തിൽ നിക്ക് അവിടെ നിന്നും പോയി. എന്നാലും ജൂഡി അവനെ കണ്ടെത്തി ഞാനൊരു പോലീസാണ്, എന്നെ ഇത്രയും പെട്ടെന്ന് പറ്റിക്കാമെന്ന് കരുതിയോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജൂഡിയോട് നിക്ക് വണ്ടിക്ക് ടോക്കൺ കൊടുക്കുന്ന നിന്നെയൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, കാരണം നീ വലിയ ഓഫീസറൊന്നുമല്ലല്ലോ, എത്രയും പെട്ടെന്ന് നിന്റെ സ്വപ്നങ്ങളെല്ലാം തകരും, നിന്റെ യൂണിഫോമും നിന്നെ വിട്ടു പോകും എന്നൊക്കെ പറഞ്ഞ് ജൂഡിയെ നൈസായി അവിടെയുള്ള സിമെന്റിൽ ട്രാപ്പ് ചെയ്ത് നിക്ക് അവിടെ നിന്നും പോയി. ജൂഡി അവളുടെ റൂമിൽ വന്ന് ഇന്നത്തെ ദിവസം തന്നെ പോയി എന്ന് കരുതി വളരെ വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ പേരൻസിന്റെ വീഡിയോ കോൾ കണ്ട് അവളുടെ വിഷമമെല്ലാം മാറ്റി മുഖത്ത് സന്തോഷമുള്ളതുപോലെ അഭിനയിച്ച് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്ത് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഡ്രസ്സ് കണ്ട് പേരൻസ് നിനക്ക് ട്രാഫിക്കിലാണോ ജോലി കിട്ടിയത് എന്ന് മനസ്സിലാക്കി ഒരുപാട് സന്തോഷിച്ച് കോൾ കട്ട് ചെയ്തു. ജൂഡിയും ബെസ്റ്റ് ഇതും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം പതിവ് പോലെ ടോക്കൺ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം തെറ്റായി കൊടുത്തതു കാരണം അത് കിട്ടിയവരെല്ലാം അവളെ വഴക്കു പറഞ്ഞു. ജൂഡിയും അതിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പന്നിക്കടക്കാരൻ വന്ന് എന്താ നോക്കി നിൽക്കുന്നത്, അവൻ എൻ്റെ കടയിലെ സാധനങ്ങൾ മോഷ്ടിച്ചു, അവനെ പോയി പിടിക്ക് എന്ന്
പറഞ്ഞതും ജൂഡി അവളുടെ ട്രാഫിക് യൂണിഫോം മാറ്റി അവന്റെ പിന്നാലെ പോയി. എന്നാൽ അച്ഛനായ എലികൾ താമസിക്കുന്ന സിറ്റിയിൽ പോയി അവിടെയുള്ള കൊച്ചു കൊച്ചു ബിൽഡിങ്ങിന്റെ മുകളിലൂടെ കയറി. ട്രെയിനിന്റെ മുകളിലൂടെയും കയറി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ജൂഡി ഒരു പൈപ്പിൽ ചുറ്റി അവനെ എടുത്ത് താഴത്തേക്ക് എറിഞ്ഞു. എന്നാൽ അവൻ അവിടെയുണ്ടായിരുന്ന വലിയൊരു ഡോണറ്റ് ജൂഡിയുടെ നേരേക്ക് എറിഞ്ഞതും അതൊരു കൊച്ചെലിയുടെ മേത്തേക്ക് വീഴാൻ പോയപ്പോൾ ജൂഡി ആ ഡോണറ്റ് പിടിച്ച് ആ എലിയെ രക്ഷിച്ച് ആ ഡോണറ്റ് വെച്ച് തന്നെ ആ ചെന്നായയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. എന്നാൽ ഇതൊക്കെ ചെയ്തെങ്കിൽ കൂടി ചീഫ് ബോങ്കോ ജൂഡിയെ തന്റെ റൂമിലേക്ക് വിളിച്ച് നിനക്ക് തന്ന ജോലി മാത്രം ചെയ്താൽ പോരെ, വേറെ ജോലിയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ അവിടേക്ക് ഒരു ഓട്ടർ കയറി വന്നിട്ട് എന്റെ ഹസ്ബൻഡിനെ കാണാനില്ല, കണ്ടുപിടിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ചീഫ് ബോങ്കോ ഇപ്പോൾ തന്നെ ഒരുപാട് എനിമൽസിനെ കാണാനില്ല, ഞങ്ങൾക്ക് സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ദയ തോന്നി ജൂഡി ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം, ഞാൻ കണ്ടുപിടിക്കാം എന്ന് പറയുന്നു. അത് കേട്ട് ആ ഓട്ടർക്കും ഒരുപാട് സന്തോഷമാകുന്നു. അപ്പോൾ അവിടേക്ക് മേയറുടെ PA വന്ന് ഈ കേസ് ഏറ്റെടുത്തതിൽ ഓൾ ദി ബെസ്റ്റും ജൂഡിയോട് പറഞ്ഞ് അവിടെ നിന്നും പോയി. എന്നാൽ നമ്മുടെ ചീഫ് ബോങ്കോക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഓട്ടറിന്റെ ഹസ്ബൻഡിനെ 48 മണിക്കൂറിനുള്ളിൽ കണ്ടെത്തിയില്ലെങ്കിൽ നീ തന്നെ ഈ ജോലി രാജിവെച്ച് പോകണം എന്ന് പറഞ്ഞു. തനിക്ക് വേറെ വഴി ഒന്നുമില്ലാത്തത് കൊണ്ട് ജൂഡി ഓക്കെ പറഞ്ഞു. എന്നിട്ട് ആ കടുവയുടെ അടുത്തേക്ക് പോയി ആ കേസ് ഫയൽ എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരു ഡീറ്റെയിൽസ് പോലും ഇല്ല. എന്നാൽ അതിനുള്ളിലെ ഒരു ഫോട്ടോയിൽ ഓട്ടറിന് നിക്ക് ഐസ്ക്രീം കൊടുത്തു പോകുന്നത് ജൂഡി കണ്ടുപിടിച്ചു. ഉടനെ തന്നെ ജൂഡി നിക്കിന്റെ അടുത്തേക്ക് പോയി ചോദിച്ചപ്പോൾ നിക്ക് വിഷയം മാറ്റി വേറെ എന്തൊക്കെ പറഞ്ഞ് അവസാനം ജൂഡിയോട് താൻ സമ്പാദിക്കുന്ന കണക്കും പറഞ്ഞു. എന്നാൽ നിക്ക് പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ അവൻ ടാസ്ക് ഒന്നും കൊടുക്കുന്നില്ലെന്ന് കണ്ടെത്തി ജൂഡി അവനെ ലോക്ക് ചെയ്തു. നിക്കപ്പോ നിന്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ എന്ന് കളിയാക്കി ചോദിച്ചപ്പോൾ ജൂഡി അവളുടെ കയ്യിലെ പെന്നിലെ റെക്കോർഡ് ചെയ്ത ഓഡിയോ നിക്കിന് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ട് നിക്കും ശരിക്കും ഷോക്കായി. നീ ഇനിയും എന്നെ ഈ കേസിൽ സഹായിക്കുന്നില്ലേ എന്ന് ജൂഡി പറഞ്ഞപ്പോൾ നിക്കിന് വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് അവനും ഓക്കെ പറഞ്ഞു. എന്നാൽ ആ കേസിനു വേണ്ടി നമുക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടി വരും. നിന്നെ പോലെയുള്ള ക്യൂട്ട് ബണ്ണിക്കൊന്നും അവിടേക്ക് വരാൻ പറ്റില്ല എന്ന് ജൂഡിയോട് പറഞ്ഞപ്പോൾ ഞാനൊരു പോലീസാണ്, ഞാനും വരും നിന്റെ കൂടെ എന്ന് പറഞ്ഞ് അവർ ആ സ്ഥലത്തേക്ക് പോയി. അതൊരു യോഗ സെന്റർ ആയിരുന്നു. അവിടുത്തെ ട്രെയിനറിനോട് ഓട്ടറിനെ പറ്റി ചോദിച്ചപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് ആനക്കാണ്, നമുക്ക് ആനയോട് ചോദിക്കാം എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി. അകത്ത് ചെന്നപ്പോഴാണ് അവിടെയുള്ള ഒരു മൃഗങ്ങളും ഡ്രസ് ഇടാറില്ലെന്ന് ജൂഡി മനസ്സിലാക്കിയത്. അത് കണ്ട് നിക്കും ഞാൻ പറഞ്ഞതല്ല ഇവിടേക്ക് വരണ്ട എന്ന് ജൂഡിയെ കളിയാക്കി പറഞ്ഞു. അങ്ങനെ അവർ ആനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഓട്ടറിനെ പറ്റി ചോദിച്ചപ്പോൾ ആന തനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ട്രെയിനർ അവൻ ഈ കഴിഞ്ഞ ബുധനാഴ്ച വരെ ഉണ്ടായിരുന്നു, നിനക്ക് ഓർമ്മയില്ലേ, അവൻ ഒരു പച്ച ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അങ്ങനെ ആ ട്രെയിനർ തന്നെ ഓട്ടറിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നു. അവസാനം ഓട്ടർ പോയ കാറും അതിന്റെ നമ്പറും ജൂഡിക്ക് ആ ട്രെയിനർ തന്നെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇവിടെയുള്ളവരിൽ വെച്ച് ആനക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി എന്നും പറയുന്നു. അവർ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിക്ക് എന്റെ ആവശ്യം കഴിഞ്ഞു, ഇനിയെങ്കിലും ആ പെൻ താ എന്ന് പറഞ്ഞപ്പോൾ ജൂഡി ആര് പറഞ്ഞു കഴിഞ്ഞെന്ന്, ഇനി ഈ നമ്പറിന്റെ ഡീറ്റെയിൽസും കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ നിക്ക് എന്റെ ഫ്രണ്ട് ഫ്ലാഷ് RT ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, അവനോട് ചോദിച്ചാൽ ചിലപ്പോൾ ഈ നമ്പറിന്റെ വല്ല ഡീറ്റെയിൽസും കിട്ടും എന്ന് പറഞ്ഞ് അവർ RT ഓഫീസിലേക്ക് പോയി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വളരെയധികം സ്ലോ വിലായിരുന്നു ജോലികൾ ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ ഒരുപാട് നേരം ഇരുന്ന് കാറിന്റെ ഡീറ്റെയിൽസും വാങ്ങി രാത്രിയാകുന്നതിന് മുൻപ് പോകാം എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങിയതും ഓൾറെഡി രാത്രി ആയിട്ടുണ്ടാകും. രാത്രിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ കാറുള്ള സ്ഥലത്തേക്ക് പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ആ കാറും കണ്ടുപിടിച്ചു. ആ കാറിനകത്ത് കയറിയപ്പോൾ അവർ കണ്ടത് ആ സീറ്റെല്ലാം നഖം കൊണ്ട് മാന്തി കീറിയിരിക്കുകയാണ്. നിക്ക് അവിടെയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഗ്ലാസിന്റെ ചിഹ്നം കണ്ട് പെട്ടെന്ന് പേടിക്കുകയും ജൂഡിയോട് നമുക്ക് വേഗം പോകാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ അതേ സമയത്ത് തന്നെ ആ കാറിന്റെ ഉടമയുടെ ബോഡി ഗാർഡ്സ് അവിടെ വന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ നിക്ക് ഇവരുടെ ബോസ് ഒരു ദുഷ്ടനാണ് എന്നൊക്കെ പറയുന്നു. അവരുടെ സ്ഥലം എത്തിയപ്പോൾ ആ റൂമിലേക്ക് വരുന്ന ഓരോ പോളാ ബിയറിനെ കാണിച്ച് ജൂലി ഇതാണ് ഇവരുടെ ബോസ് അതോ ഇവരോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിക്ക് മിണ്ടാതെ നിക്ക് എന്ന് പറയുന്നു. അപ്പോൾ അവിടേക്ക് ഒരു പോളാ ബിയർ വന്ന് കസാര നീക്കിയപ്പോൾ അതിലിരുന്ന ചൂണ്ടലിയാണ് ഇവരുടെ ബോസ് എന്ന് മനസ്സിലായത്. നിക്ക് അവരോട് വളരെ ബഹുമാനത്തിലും പേടിയിലും സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ജൂഡി നിങ്ങളുടെ കാറിലാണ് ഓട്ടർ അവസാനമായി വന്നത്, ഓട്ടറിന് എന്തു സംഭവിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ
അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ആ ചുണ്ടലി അവരെ ഐസ് വെള്ളത്തിലിട്ട് കൊല്ലാൻ കൽപ്പിച്ചു. അതുപ്രകാരം അവരുടെ ബോഡിഗാർഡ് അവരെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടാൻ നേരത്ത് തന്നെ ആ ചുണ്ടലിയുടെ മകൾ അവിടേക്ക് വന്നിട്ട് ജൂഡിയെ കണ്ട ഉടനെ തന്നെ അയ്യോ ഇവരൊന്നും ചെയ്യരുത്, ഇവളാണെന്ന് എന്നെ രക്ഷിച്ചത് എന്ന് പറയുന്നു. എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഡോണട്ട് വീഴുമ്പോൾ രക്ഷിച്ചില്ലേ ആ ചുണ്ടലിയാണ് ഈ ചുണ്ടലി. തന്റെ മകളെ രക്ഷിച്ചതുകൊണ്ട് ആ ചുണ്ടലിയും അവരെ വെറുതെ വിടുന്നു. എന്നിട്ട് ജൂഡിയോട് നന്ദിയും പറയുന്നു. അപ്പോൾ ഇത്രയും നേരം പേടിച്ച നിക്കാരായി. മാത്രവുമല്ല ഇന്ന് ആ ചുണ്ടലിയുടെ മകളുടെ വിവാഹമാണ്. വിവാഹ പാർട്ടി കഴിഞ്ഞ് ഡോൺ ചുണ്ടലി ജൂഡിയോട് ഓട്ടറിനെ പറ്റി പറയുന്നു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അന്ന് അവനെ കാറിൽ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് അവന്റെ സ്വഭാവമാകെ മാറി കാർ ഡ്രൈവറെ അറ്റാക്ക് ചെയ്തു. അതിനുശേഷം കാർ ഡ്രൈവറും ജോലിക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് അവനെ കാണണമെങ്കിൽ റെയിൻ ഫോറസ്റ്റിലെ മരവീട്ടിലേക്ക് പോയാൽ മതി എന്നും പറഞ്ഞു. അവിടെ പോയപ്പോൾ അതൊരു കരിമ്പുലിയായിരുന്നു. ഓട്ടറിനെ പറ്റി ചോദിച്ചപ്പോൾ അതും അന്നെന്താ സംഭവിച്ചതെന്ന് പറയാൻ തുടങ്ങി. ആ ഓട്ടറിനെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ അതിന്റെ സ്വഭാവം പെട്ടെന്ന് മാറി എന്നെ തന്നെ അറ്റാക്ക് ചെയ്തു. അതിലെന്റെ കണ്ണും പോയി. എന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. എന്നാൽ ഓട്ടർ രാത്രി മാത്രം റെഡ് ബ്ലൂസ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതും പറഞ്ഞ് ആ കരിമ്പുലി അകത്തേക്ക് പോയി. ഒരു ശബ്ദം കേട്ട് ജൂഡി വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ കരിമ്പുലിയുടെയും സ്വഭാവം മാറി അവരെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയ്ക്ക് ജൂഡി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇൻഫോം ചെയ്തു. എന്നാലും അവിടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റിൽ ആ കരിമ്പുലിയെ ജൂഡി ലോക്ക് ചെയ്തു. എന്നാൽ ആ പാലത്തിൽ നിന്ന് രണ്ടുപേരും താഴേക്ക് വീണ് ഒരു വള്ളിയിൽ കുടുങ്ങി രക്ഷപ്പെട്ടു. അവിടേക്ക് ചീഫ് ബോങ്കോ വന്നു. ജൂഡി ചീഫ് ബോങ്കോക്ക് ആ കരിമ്പുലിയെ കാണിച്ചു കൊടുക്കാൻ പോയപ്പോൾ അവിടെ അതിനെ കാണാനില്ല. ഞാൻ ഇവിടെയാണ് അതിനെ ലോക്ക് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൺവിൻസ് ചെയ്യാൻ നോക്കിയെങ്കിലും ചീഫ് ഞാൻ നിനക്ക് തന്ന 48 മണിക്കൂർ അവസാനിച്ചിരിക്കുന്നു, നിന്റെ പോലീസ് ബാഡ്ജ് ഊരി തായോ എന്ന് പറഞ്ഞപ്പോൾ ജൂഡിയും വളരെ വിഷമത്തിൽ അത് കൊടുക്കാൻ നേരത്ത് നിക്ക് അതിലിടപെട്ട് 48 മണിക്കൂർ എന്നല്ലേ പറഞ്ഞത്, ഇനിയും 10 മണിക്കൂർ ബാക്കിയുണ്ട്, അതിനർത്ഥം കേസ് തെളിയിക്കാൻ ഇനിയും സമയമുണ്ട് എന്നും പറഞ്ഞ് ജൂഡിയെ വിളിച്ച് അവിടെ നിന്നും പോയി. അങ്ങനെ അവർ റോക്ക് റൈഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജൂഡി നീ എന്തിനാ എന്നെ രക്ഷിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നിക്ക് പണ്ട് തനിക്കുണ്ടായ സംഭവം പറയുന്നു. പണ്ട് തനിക്കും പോലീസ് ആവാനായിരുന്നു ആഗ്രഹം. എന്നാൽ എന്റെ സ്കൗട്ട് ഗ്രൂപ്പിൽ ഞാൻ മാത്രമായിരുന്നു വേട്ടയാടുന്ന മൃഗം. മാത്രവുമല്ല ഞാനൊരു കുറുക്കനായതുകൊണ്ട് അവരെന്നെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി ഞാൻ ആരുടെ മുന്നിലും തലകുനിക്കില്ല എന്ന്. അങ്ങനെ അവർ സംസാരിച്ച് നല്ല ഫ്രണ്ട്സുകളാകുന്നു. അപ്പോഴാണ് അവർ കാണുന്നത് ആ വഴികളിലെല്ലാം CCTV ഉള്ളത്. അത് ചെക്ക് ചെയ്താൽ ആ കരിമ്പുലി എവിടെയാണ് എന്നറിയാം എന്ന് പറഞ്ഞ് മേയറുടെ അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് ചെന്ന് സഹായം ചോദിച്ചു. എന്നാൽ മേയറിന്റെ അസിസ്റ്റന്റ് മേയർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. ജൂഡി തന്നെ ആ CCTV ചെക്ക് ചെയ്തപ്പോൾ 2 ചെന്നായ്കൾ കരിമ്പുലിയെ പിടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു. അത് സൊട്ടോപ്പിയിൽ നിന്ന് പുറത്ത് ക്ലിപ്പ് സൈഡ് എന്ന വാട്ടർഫോൾസ് ഒക്കെയുള്ള സ്ഥലത്തേക്ക് അവനും അവിടേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ചെന്നായ്കളെ പറ്റിച്ച് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കരിമ്പുലി മോട്ടറും ഉൾപ്പെടെ കാണാതായ എല്ലാ മൃഗങ്ങളും അവിടെ പൂട്ടിയിട്ടുണ്ടാകും. എന്നാൽ അതെല്ലാം അവരുടെ വേട്ടയാടുന്ന സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ജൂഡിയും നിക്കും ഒളിച്ചു. എന്നാൽ അത് മേയറും സയന്റിസ്റ്റുമായിരുന്നു. മേയർ സയന്റിസ്റ്റിനോട് ഇങ്ങനെ മൃഗങ്ങൾ വേട്ടയാടുന്ന സ്വഭാവം കാണിച്ചാൽ ഈ നാടിന്റെ മേയറായി ഞാനും ഒരു വേട്ടയാടുന്ന മൃഗമാണ്, എന്നെയും അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ജൂഡി ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ അവരുടെ പേരൻസ് വിളിച്ച് സൗണ്ട് ഉണ്ടാകുന്നു. അത് കാരണം അവർ ലോക്കാകുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ടോയ്ലറ്റിലൂടെ കടന്ന് വാട്ടർഫോൾസിലൂടെ രക്ഷപ്പെടുന്നു. എന്നിട്ട് ഇതെല്ലാം ചീഫിനോട് പറഞ്ഞ് അവിടേക്ക് പോലീസിനെ കൊടുന്ന് മേയറിനെ അറസ്റ്റ് ചെയ്ത് മറ്റു മൃഗങ്ങളെ രക്ഷിച്ച് സേഫായ സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതെല്ലാം നടന്നതു കാരണം ജൂഡിക്ക് ഒരു പ്രസ് മീറ്റ് വെക്കുന്നു. എന്നാൽ ആ മീറ്റിംഗിൽ എന്ത് സംസാരിക്കണം എന്ന് പറഞ്ഞ് ജൂഡി ഒരുപാട് പേടിച്ചു നിന്നപ്പോൾ നിക്ക് അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്റെ മനസ്സിലുള്ളത് മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്തു. അപ്പോൾ ജൂഡി പോലീസ് ആവേണ്ട ഫോമും ആ പെന്നും നിക്കിന് കൊടുത്തിട്ട് നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് പ്രസ് മീറ്റിംഗിൽ സംസാരിക്കാൻ പോയി. അപ്പോൾ അതിലെ ഒരാൾ ഈ മൃഗങ്ങൾ ഇങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജൂഡി അതെല്ലാം വേട്ടയാടുന്ന മൃഗങ്ങളാണ്, അവരുടെ ബയോളജി മാറ്റം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. 1000 വർഷങ്ങൾക്ക് മുൻപ് അവർ ഇങ്ങനെയായിരുന്നു, അവർ അവരുടെ വേട്ടയാടുന്ന സ്വഭാവം വീണ്ടും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിക്കിന് പണ്ട് തനിക്കുണ്ടായ സംഭവം ഓർമ്മ വന്നു. അത് കാരണം നിക്ക് ജൂഡി വന്നപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിച്ചപ്പോൾ നീ എൻ്റെ നല്ല സുഹൃത്താണ് എന്ന് പറഞ്ഞു. എന്നാൽ നിക്ക് ഞാനും ഒരു വേട്ടയാടുന്ന മൃഗമാണ് എന്ന് പറഞ്ഞ് ജൂഡിയെ ചെറുതായി പേടിപ്പിച്ചതും അവൾ അവളുടെ കയ്യിലുള്ള സ്പ്രേ എടുക്കാൻ പോയി. ഇത് കണ്ട നിക്ക്
എന്നെ നീയെങ്കിലും വിശ്വസിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയത്, എന്നാൽ അതും തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും വളരെ വിഷമത്തിൽ പോയി. ജൂഡി അങ്ങനെ പറഞ്ഞത് കാരണം സുട്ടോപ്പിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വേട്ടയാടുന്ന മൃഗങ്ങളെ കണ്ട് വേട്ടയാടപ്പെടേണ്ട മൃഗങ്ങൾ പേടിക്കുന്നു. അവരെവിടെ നിന്നും പോകണം എന്ന് പറഞ്ഞ സമരങ്ങളും ശാന്തമായി ഉണ്ടായിരുന്ന സുട്ടോപ്പിയയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. മേയറിനെ അറസ്റ്റ് ചെയ്തത് കാരണം മേയറിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ചെമ്മരിയാടാണ് ഇപ്പോഴത്തെ മേയർ. അങ്ങനെ ഇപ്പോഴത്തെ മേയറും ചീഫും ചേർന്ന് ജൂഡിയെ സുട്ടോപ്പിയയിലെ ഒരു പബ്ലിക് ഫിഗർ ആക്കി മാറ്റാൻ നോക്കുന്നു. എന്നാൽ ജൂഡി താൻ കാരണമാണ് ഇവിടെ ഉണ്ടായിരുന്നവർ രണ്ടായി പിരിഞ്ഞത് എന്ന് പറഞ്ഞ് തന്റെ ജോലിയും രാജിവെച്ച് തന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി ക്യാരറ്റ് ബിസിനസ് തന്നെ ചെയ്യുന്നു. എന്നാൽ നടന്ന സംഭവങ്ങൾ ആലോചിച്ച് ജൂഡി വിഷമിച്ചിരിക്കുന്നത് കണ്ട് അവളുടെ പേരൻസും അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. അപ്പോൾ അവിടേക്ക് ഒരു വാൻ വന്ന് അതിൽ നിന്ന് ഇറങ്ങിയതോ കുട്ടിക്കാലത്ത് അവളെ ഉപദ്രവിച്ച ചെന്നായ. അത് ഒരു കേക്ക് എടുത്ത് ജൂഡിക്ക് കൊടുത്ത് സോറിയും പറയുന്നു. അത് കണ്ട ജൂഡിയും മലപ്പുറം കത്തിയും മമ്മൂമിയിലും എന്ന് പറഞ്ഞ് നടന്നവനായിരുന്നു ഇങ്ങനെയെന്ന് കരുതി അതിശയിക്കുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടിമുയലുകൾ തോട്ടത്തിൽ കളിക്കുന്നത് കണ്ട് അവളുടെ പേരൻസ് ആ നൈറ്റ് ഹോൾസ് പൂവിന്റെ അടുത്തേക്ക് മാത്രം പോവരുത്. അപ്പോൾ അവളുടെ അമ്മ കാരണം പണ്ട് ഈ പൂവ് കഴിച്ച് നമ്മളിലെ ഒരു ബണ്ണിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആയി എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി എന്നും പറയുന്നു. അപ്പോഴാണ് ജൂഡിക്ക് എല്ലാം മനസ്സിലാക്കുന്നത്. ഇത് കഴിച്ചാൽ വേട്ടയാടുന്ന മൃഗങ്ങൾക്ക് മാത്രമല്ല എല്ലാത്ത മൃഗങ്ങൾക്കും ഭ്രാന്ത് പിടിച്ചതുപോലെ ആകും. ഇതാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് അവൾ അവളുടെ ട്രക്ക് എടുത്ത് സുട്ടോപ്പിയയിൽ പോയി നിക്കിന്റെ അടുത്ത് ചെന്ന് ഞാൻ അങ്ങനെ പറയാനോ ചെയ്യാനോ പാടില്ലായിരുന്നു, എന്റെയൊക്കെയാണ് തെറ്റ്, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മണ്ടിയായ ബണ്ണി ഞാനാണ് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ നിക്ക് അവൾ കൊടുത്ത പെന്നിൽ അതെല്ലാം റെക്കോർഡ് ചെയ്ത് അവൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നടന്ന പ്രശ്നം നീ തന്നെ ശരിയാക്കണം എന്ന് പറയുന്നു. എന്നിട്ട് അവർ അന്ന് ചൂടി പിടിച്ച ചെന്നായുടെ അടുത്ത് ചെന്നിട്ട് നൈറ്റ് ഹോൾസ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറയാത്തത് കാരണം ഡോൺ ചൂണ്ടിലിയുടെ അടുത്ത് കൊണ്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ അതും എവിടെയാണെന്ന് പറയുന്നു. അങ്ങനെ അവർ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ട്രെയിനിൽ മൊത്തം നൈറ്റ് ഹോൾസ് വളർത്തി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അവിടേക്ക് ഒരു ചെമ്മരിയാട് വന്ന് നൈറ്റ് ഹോൾസിന്റെ നീരെടുത്ത് ഒരു ഉണ്ടാക്കി ഗണ്ണിൽ ലോഡ് ചെയ്തു. അപ്പോൾ അതിനൊരു കോൾ വന്നപ്പോൾ ഓട്ടറിനും കരിമ്പുലിക്കും താൻ തന്നെയാണ് ഷൂട്ട് ചെയ്ത് ഭ്രാന്ത് പിടിച്ചതുപോലെ ആക്കിയത് എന്നും പറയുന്നു. എന്നിട്ട് അത് പുറത്തു പോയതും ജൂഡി ആ ട്രെയിൻ എടുത്ത് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ട്രെയിനിന്റെ ട്രാക്ക് മാറി അത് മറിഞ്ഞ് ആ തെളിവോട് കൂടി തന്നെ പൊട്ടിത്തെറിക്കുന്നു. ജൂഡിയും തെളിവെല്ലാം നശിച്ചു എന്ന് കരുതി വിഷമിച്ച് നിൽക്കുമ്പോൾ നിക്ക് ആ ബുള്ളറ്റുള്ള പെട്ടി എടുത്തിട്ടുണ്ടാകും. അത് കണ്ടും ജൂഡി ഒരുപാട് സന്തോഷിച്ച് ചീഫിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് ചെമ്മരിയാട് വന്നിട്ട് പെട്ടി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ജൂഡി ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാൻ നേരത്ത് ചെമ്മരിയാട് തന്റെ സെക്യൂരിറ്റികളോട് അവരെ പിടിക്കാൻ പറയുന്നു. ഇപ്പോഴാണ് ഈ മൂവിയിലെ വില്യനെ കാണിക്കുന്നത്. അത് ഈ ചെമ്മരിയാട് ആയിരുന്നു. അപ്പോൾ അതിലൊരു ചെമ്മരിയാട് അവർ രണ്ടുപേരെയും ഒരു കുയിലേക്ക് തള്ളിയിടുന്നു. ആ പെട്ടി മേയറായ ചെമ്മരിയാടുടെ കയ്യിൽ തന്നെ കിട്ടുന്നു. അപ്പോൾ അത് ഓരോന്നായി പറയാൻ തുടങ്ങുന്നു. വേട്ടയാടുന്ന മൃഗങ്ങളൊന്നും ഞങ്ങളെ പരിഗണിക്കുന്നില്ല, ഞങ്ങളെ ഒരു മൃഗമായി പോലും കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ഓരോ സത്യങ്ങളും പറയുന്നു. എന്നിട്ട് ആ ചെമ്മരിയാട് ആ തോക്ക് വെച്ച് നിക്കിനെ ഷൂട്ട് ചെയ്യുന്നു. നിക്കും മറ്റു മൃഗങ്ങളെ പോലെ ഭ്രാന്ത് പിടിച്ചതുപോലെയായി ജൂഡിയെ കടിക്കുന്നു. ജൂഡിയും പണ്ട് താൻ ഡ്രാമ കളിച്ചതുപോലെ ചോര ചോര അവസാനം മരണം എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഇത് കണ്ട ചെമ്മരിയാടും ആ ബുള്ളറ്റ് നോക്കുമ്പോൾ അത് ജൂഡിയുടെ തോട്ടത്തിലെ ബ്ലൂബെറീസ് ആയിരിക്കും. ചെമ്മരിയാടും അപ്പോൾ അവരെ കൊന്നിട്ട് അവിടെ നിന്നും പോകാമെന്ന് കരുതുമ്പോൾ ജൂഡി അവളുടെ പെന്നിൽ ചെമ്മരിയാട് പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ തന്നെ ചീഫും മറ്റു പോലീസും വന്ന് ചെമ്മരിയാടിനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ പഴയ മേയറിനെ തന്നെ വീണ്ടും മേയറാക്കുന്നു. അങ്ങനെ അസുഖം മാറി എല്ലാ മൃഗങ്ങളും പഴയതുപോലെ ആകുന്നു. സുട്ടോപ്പിയും പഴയതുപോലെ ആകുന്നു. നിക്കും പോലീസ് ഓഫീസർ ആകുന്നു. അങ്ങനെ ചീഫ് ബംഗോ ഗൗരവത്തിൽ വന്ന് മറ്റുള്ളവർക്ക് കേസ് പിരിച്ചു കൊടുക്കുന്നു. ജൂഡിക്കും നിക്കിനും പാർക്കിംഗ് ഡ്യൂട്ടി കൊടുക്കുന്നു. എന്നാൽ വീണ്ടും ക്യൂട്ടായി വന്നിട്ട് ഞാൻ തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗൗരവത്തിൽ റോട്ടിൽ ആരോ വളരെ ഫാസ്റ്റായി വണ്ടി ഓടിക്കുന്നുണ്ട്, അവരെ പിടിക്കണം എന്ന് പറയുന്നു. ജൂഡി നിക്കും അതാരാണെന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ഫ്ലാഷ് ആയിരിക്കും. അങ്ങനെ അവിടെയുള്ള ഒരു ഫേമസ് സിംഗറിന്റെ സോങ്ങോട് കൂടി ഈ മൂവി അവസാനിക്കുന്നു.